അഭിലാഷിലേക്കാണ് നമ്മൾ പോകുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഭിലാഷ്. ടർഫിലാണല്ലേ ഇന്ന്? ഗുഡ് മോർണിംഗ് റോഷ്നി, വെങ്കി. പച്ച പിടിച്ചല്ലോ. കാലത്ത് തന്നെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയാണോ? രാവിലെ ഈ ഗ്രൗണ്ടിലേക്ക് വന്നതാണ്. കാരണം നിങ്ങൾ അവിടെ ഗസലും അതോടൊപ്പം തന്നെ മാപ്പിളപ്പാട്ടും ഒക്കെ അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ പറയുമല്ലോ, ഈ നാട്ടുപുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയും ഈ പച്ചപ്പും ഹരിതാഭയും ഒക്കെ കണ്ട് കൺകുളിർക്കാമെന്ന്. അതിപ്പോ കേരളത്തിലെ ടർഫുകളിൽ ചെന്നാലും മതി. അതുപോലെയാണ് ഇപ്പൊ അഭിലാഷ് പച്ച ഷർട്ടും ആ പച്ച ടർഫിന്റെ ഉള്ളിൽ നിന്ന് വാർത്തകൾ പറയാൻ പോകുന്നത് അല്ലേ? പക്ഷെ ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ, കൂടെ ഒറ്റയ്ക്കേ ഉള്ളോ? ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ ഇന്ന്. കാരണം നോമ്പ് കാലമാണല്ലോ, റംസാൻ കാലമാണല്ലോ, അതുകൊണ്ട് രാവിലെ കളിയൊന്നും നടക്കുന്നില്ല. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട്, പുറക്കാട്ടേരിയിലെ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട്. ആ പുറക്കാട്ടേരിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ടർഫ്, അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടി സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് ആ പുറക്കാട്ടേരി പുഴ. അതായത് ഇത്ര മനോഹരമായ ഒരു സ്ഥലം. കാരണം നൈറ്റ് ലൈഫിനൊക്കെ പറ്റിയിരിക്കുന്ന വളരെ രസകരമായ ഒരു സ്ഥലമാണ്. ഇത്തരത്തിൽ നിരവധിയായ സ്ഥലങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ പല മേഖലയുള്ളത്. അതായത് ടൂറിസത്തിന് എത്രത്തോളം പ്രോത്സാഹനജനകമായ അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പുറക്കാട്ടേരി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ടർഫ്, അതായത് ഫുട്ബോൾ ടർഫ് കൂടി ഉള്ളത് എന്നും പറയേണ്ടി വരും. എന്തായാലും അഭിലാഷ്, ചെറിയ പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? റമദാൻ 29 എത്തി നിൽക്കുമ്പോൾ ചെറിയ പെരുന്നാളിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. ഗൾഫിൽ മാസപ്പിറവി കണ്ടതിനാൽ തന്നെ ഇന്ന് സംസ്ഥാനത്തും ശവ്വാൽ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? റോഷിനി, തീർച്ചയായിട്ടും ഇന്നലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ശവ്വാൽ മാസപ്പിറവി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ ചെറിയ പെരുന്നാളാണ്. കേരളത്തിലും ഇന്ന് മിക്കവാറും വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മാസപ്പിറവി കാണാനുള്ള സാധ്യതയാണ്. നമുക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ റംസാൻ മാസം 29 ദിവസമായി ഏതായാലും കഠിനമായ ചൂടാണ്. അതോടൊപ്പം തന്നെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഇസ്ലാം മത വിശ്വാസികൾ ഈ ചെറിയ പെരുന്നാളിലേക്ക് കടക്കുന്നതാണ്. കാരണം നമുക്കറിയാം, വെള്ളത്തിന് വലിയ തരത്തിൽ ദാഹം അനുഭവപ്പെടുന്ന സമയമാണ്, കുടിവെള്ളം കിട്ടേണ്ട സമയം. അത്തരത്തിലുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള വ്രതാനുഷ്ഠാനം, അതായത് കഠിനമായ വ്രതമാണ് അവർ അനുഷ്ഠിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ശവ്വാൽ മാസപ്പിറവി കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ വാവ് അവസാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 60 നാഴിക കഴിയുന്ന സമയത്ത്, അതായത് 24 മണിക്കൂർ കഴിയുന്ന ആ സമയത്ത് തന്നെ ഈ ചന്ദ്രമാസം പിറക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇന്ന് ശവ്വാൽ മാസപ്പിറവി കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ചെറിയ പെരുന്നാളായിരിക്കും കേരളത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഈ മാസപ്പിറവി കാണുന്ന സാഹചര്യത്തിൽ ഇത് അറിയിക്കണമെന്ന് വിവിധ മതപണ്ഡിതരും അതോടൊപ്പം തന്നെ ഖാസിമാരും അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പല സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ മാസപ്പിറവി കാണാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും വൈകുന്നേരം അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മാസപ്പിറവി കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ വിവരം ഖാസിമാരെ അറിയിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്കും കൂടി വരാം. ഈ കോഴിക്കോട് നാദാപുരത്തെ +1 പരീക്ഷ ആൾമാറാട്ടത്തിൽ ഒരു വിശദമായ അന്വേഷണത്തിനാണല്ലേ വിദ്യാഭ്യാസ വകുപ്പ് നീക്കം നടത്തുന്നത്. ഈ പരീക്ഷ എഴുതേണ്ടിയിരുന്ന വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്താൽ മാത്രമാണ് ഈ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുക അല്ലേ? മാത്രമല്ല, ഈ ആൾമാറാട്ടം നടത്തിയ ബിരുദ വിദ്യാർത്ഥി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും അറിയുന്നു. വെങ്കി, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ സമ്പ്രദായത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം. അതോടൊപ്പം തന്നെ ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ചില സ്കൂളുകൾ തന്നെ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് അത്തരത്തിൽ ഈ പരീക്ഷാ ക്രമക്കേടുകളൊക്കെ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആൾമാറാട്ടം അടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ബിരുദ വിദ്യാർത്ഥി +1 പരീക്ഷ എഴുതാൻ വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ നാദാപുരത്തെ ഒരു സ്കൂളിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അധ്യാപകൻ ഇക്കാര്യം തിരിച്ചറിയുകയും അയാളെ ചോദ്യം ചെയ്തതോടുകൂടി ഈ ഹാൾ ടിക്കറ്റിൽ തിരിമറി നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ പരീക്ഷാ ഹാളിലേക്ക് ബിരുദ വിദ്യാർത്ഥി എത്തിയെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിനും അതോടൊപ്പം തന്നെ പോലീസിനും പരാതി നൽകി. പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തുകയും ഈ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോട് കൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കവും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സമാനമായ സംഭവങ്ങൾ മറ്റെവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി തന്നെ മറ്റാർക്കെങ്കിലും വേണ്ടി പരീക്ഷ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സൂക്ഷ്മമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസും പോകുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തും ഇത് കൃത്യമായ അന്വേഷണം നടക്കും. കാരണം ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ നിരവധിയായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ വിശ്വാസ്യത എത്രത്തോളം കാത്തു സൂക്ഷിക്കാമെന്ന് തന്നെയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് കാണുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണം അവരുടെ ഭാഗത്തും ഉണ്ടാവും.
ശരി, AK അഭിലാഷാണ് വാർത്തകൾ പങ്കുവച്ചത്. അപ്പോൾ ഇനിയും കൂടുതൽ വാർത്തകളുമായി അഭിലാഷ് വരും മണിക്കൂറുകളിലൊക്കെ എത്തും.